കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അഡ്വക്കേറ്റ് ബിനോയ് കുര്യനും വൈസ് പ്രസിഡന്റായി ടി ഷബ്നയും തെരഞ്ഞെടുക്കപ്പെട്ടു. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് ഇരുവരും. വോട്ടെടുപ്പിൽ LDFും UDFും തുല്യനിലയിലായ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ LDFിന് ലഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFിലെ അഡ്വക്കേറ്റ് ബിനോയ് കുര്യനും UDFിലെ ബേബി തോലാനിയുമായിരുന്നു സ്ഥാനാർത്ഥികൾ. ബിനോയ് കുര്യന് 18 വോട്ടും ബേബി തോലാനിക്ക് 7 വോട്ടുകളും ലഭിച്ചു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബിനോയ് കുര്യൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബിനോയ് കുര്യൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ ഉദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകൾക്ക് ഊന്നൽ നൽകി കണ്ണൂരിനെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്താക്കുമെന്ന് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ജില്ലയുടെ കാർഷിക മേഖലയിൽ സവിശേഷമായിട്ട് ഇടപെടൽ നടത്തുന്ന ഒരു തദ്ദേശ സ്ഥാപനമാണ്. കൃഷി പ്രോത്സാഹിപ്പിക്കാൻ സഹായം, പ്രത്യേകിച്ച് നെൽകൃഷി, ഭക്ഷ്യവിളകൾക്കൊക്കെ വലിയ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷ്യസുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൈപ്പാടാണെങ്കിലും തരിശു നിലങ്ങളാണെങ്കിലും മറ്റ് വയലുകളിലാണെങ്കിലും അപ്പോൾ അതിനെല്ലാം വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പദ്ധതി നടപ്പിലാക്കും. ക്ഷീര കർഷകർക്ക് പ്രോത്സാഹനം കൊടുക്കും. പിന്നെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയാണ് ജില്ലാ പഞ്ചായത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു മേഖല. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDFിന് സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ LDFിലെ ടി ഷബ്ന എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലൂടെ LDFിന് ലഭിച്ചു. KV ബിജു പ്രസിഡന്റായും ബിന്ദു വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. നമ്മുടെ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷമായി കണ്ണൂർ ജില്ലയിലെ ഒന്നാമത്തെ പഞ്ചായത്തായി മാറിയ ഒരു അനുഭവമുണ്ട്. പ്രമീളയും ബാലുമാഷും നൽകിയ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ഈ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ ജില്ലയിലെ ആകെയുള്ള 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 9 LDF, 2 UDF എന്നതാണ് നില. മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽ ഒരു LDF അംഗത്തിന്റെ വോട്ട് അസാധുവായതിനെ തുടർന്ന് പ്രസിഡന്റ് സ്ഥാനവും നറുക്കെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും UDFിന് ലഭിച്ചു. കൈരളി ന്യൂസ്, കണ്ണൂർ.